അങ്ങനെ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ അപ്രതീക്ഷമായാണ് ആ രണ്ട് ഉജ്ജ്വല പ്രഹരമേൽക്കുന്നത്. ആ പ്രഹരത്തിൽ അമ്പരുന്ന ബ്ലാസ്റ്റേഴ്സ് ജനങ്ങളോട് അവരിങ്ങനെ പറഞ്ഞു, ആരൊക്കെ ഒരുമിച്ച് വന്നാലും ഇത് നേടാനാകില്ല. കാരണം ഇവിടെയുള്ള ആർക്കു മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കിയിട്ടില്ല. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ തന്നെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. സോ ഇതിൽ നമുക്ക് എടുത്ത് പറയേണ്ട കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്പൊ ആദ്യം തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. കളിയുടെ ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായിട്ട് ഒരു ഡിഫൻസീവ് ഫുട്ബോളാണ് കാഴ്ചവെച്ചത്. അതായത് എന്തോ ഭയന്ന് കളിക്കുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഫസ്റ്റ് ഹാഫിൽ മോഹൻ ബഗാന്റെ പല അറ്റാക്കിങ്ങും ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ 2 വിദേശ താരങ്ങൾ ഉൾക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങി. അതാണ് ബ്ലാസ്റ്റേഴ്സിന് ആദ്യം തന്നെ ഒരു വലിയ തിരിച്ചടിയായി മാറിയത്. അങ്ങനെ മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ല. അതായത് മോഹൻ ബഗാനാണ് നിരന്തരം ആക്രമിക്കുന്നത്. ഈ ലോബേറിന്റെ 6 ഗോളൊക്കെ അടിച്ചാന്ന് വിചാരിച്ചപ്പോ നമ്മൾ ഒരു 6 റണ്ണൊക്കെ പ്രതീക്ഷിച്ചു. അങ്ങനെ ഒരുപാട് നേരത്തെ അറ്റാക്കിനൊടുവിലാണ് പെട്ടറ്റോസിന്റെ ഒരു അസിസ്റ്റിൽ നിന്ന് ജെയ്മി മെക്ലാരൻ ഗോൾ നേടുന്നത്. അതായത് കിട്ടിയ 1 ടച്ച് പാസ് കൃത്യമായിട്ട് ജെയ്മി മെക്ലാരൻ വലയിലെത്തിച്ചു. അതോടെ മോഹൻ ബഗാൻ ഒരു ഗോളിന് ലീഡായി. പക്ഷെ ആ സമയത്തും ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ താരങ്ങളും ബോക്സിലുണ്ട്. അതായത് ഒറ്റൊരു താരം മുന്നിൽ ഗോൾ അടിക്കാനായിട്ടില്ല. എന്താ പറയാ, മൊത്തത്തിൽ ഒരു ഡിഫൻസീവ് ഫുട്ബോളാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. അങ്ങനെ മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിലാണ് മാർലോനും നവോച്ച സിംഗും കളത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ എബിൻ ദാസും സൈഫും കളത്തിന്റെ പുറത്തോട്ട് പോകും. അവർക്ക് പകരക്കാരനായിട്ടാണ് മാർലോനും നവോച്ച സിംഗും എത്തുന്നത്. ഇവരെയും കളത്തിലോട്ട് ഇറക്കിയിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ കാഴ്ചവെക്കാൻ പറ്റിയില്ല. ആ സമയത്താണ് നിയാൽ സ്വദേശിനെ പിൻവലിച്ച് കെവിൻ യോക്കെ ബ്ലാസ്റ്റേഴ്സിനായിട്ട് അരങ്ങേറും. സോ കെവിൻ യോക്ക് വന്നതോടെ ബ്ലാസ്റ്റേഴ്സ് ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് കാഴ്ചവെച്ചത്. അതായത് നോവ സദോയി എങ്ങനെയാണോ മത്സരത്തിൽ നിരന്തരം അറ്റാക്ക് ചെയ്യുന്നത്, ആ ഒരു പ്രശ്നത്തിൽ തന്നെയാണ് കെവിൻ ബ്ലാസ്റ്റേഴ്സിനായിട്ട് അരങ്ങേറി. അതോടെ തന്നെ കെവിൻ എന്ന താരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അങ്ങനെ കെവിൻ ഗ്രൗണ്ടിൽ എത്തിയോടുകൂടിയാണ് ബ്ലാസ്റ്റേഴ്സിന് ജീവൻ വെച്ച്. പിന്നീടാണ് നമ്മൾ കെവിന്റെ ഭാഗത്തു നിന്നുള്ള ക്രോസും കാര്യമൊക്കെ കണ്ടത്. പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു താരാണ് കോറോ സിംഗ്. അതായത് ബ്രില്യൻ അറ്റാക്ക് തന്നെയാണ് കോറോന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത്. മോഹൻ ബഗാനെതിരൊരു ആവറേജ് പെർഫോമൻസ് ആണ് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റിയത്. അത് ഒരുപക്ഷെ ഫസ്റ്റ് മാച്ച് ആണ്, ടീം അഡാപ്റ്റ് ആവാൻ ടൈം എടുക്കും. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് സെക്കൻഡ് ഹാഫിൽ നിരന്തരമായുള്ള അറ്റാക്ക് ചെയ്തിരുന്നു. ആ സമയത്താണ് മോഹൻ ബഗാന്റെ കൗണ്ടർ വരുന്നത്. ആ കൗണ്ടറിൽ നിന്നാണ് നവോച്ച ഒരു ഫൗള് കൺസീഡ് ചെയ്തത്. ആ ഒരു ഫ്രീ കിക്ക് നേരെ വന്നത് ടോം ഹാർഡ്രഡിന്റെ തലയിലോട്ടാണ്. അത് പുള്ളിക്കാരൻ നൈസ് ആയിട്ട് വലയിലെത്തിച്ചു. അത് ലാസ്റ്റ് മിനിറ്റിലാണ് ആ ഗോൾ വരുന്നത്. അതോടുകൂടി 2 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്തു. പക്ഷെ എന്തായാലും ഈ ഒരു സ്കോഡ് വെച്ച് ഈ ഒരു പോരാട്ട വീര് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പൊ എന്തായാലും ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒപ്പിനൊക്കെ താഴെ കമന്റ് ചെയ്യുക. ബ്ലാസ്റ്റേഴ്സ് ഇനി തിരിച്ചു വരും എന്നുള്ള കാര്യമൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ഹായ്.